പതിവ് പോലെ ശശി തരൂർ ഒരു വെടി പൊട്ടിച്ചിരിക്കുകയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരത്തിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാകും എന്നെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. ഇക്കുറി ശശി തരൂർ കുടുംബവാഴ്ചയ്ക്കെതിരെയാണ് വെടി പൊട്ടിച്ചത്. വളരെ കൃത്യമായിട്ട് അത് കോൺഗ്രസ്സിനുള്ളിലെ കുടുംബവാഴ്ച, നെഹ്റു കുടുംബത്തിൻ്റെ ഇളമുറക്കാരൻ രാഹുൽ ഗാന്ധിയെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന് വ്യക്തമാണ്. അതായത് കുടുംബവാഴ്ചയുടെ അടിസ്ഥാനത്തിൽ കഴിവ്, യോഗ്യത, അനുഭവ സമ്പത്ത് ഇതൊന്നും പരിഗണിക്കാതെ ഒരാളെ രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് തെറ്റാണ് എന്ന് തരൂർ പറയുന്നു. അദ്ദേഹം ഒരു ലേഖനത്തിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. ഈ പറയുന്നത് പോലെ കുടുംബ പാരമ്പര്യം നോക്കാതെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ, യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ അനുഭവ പരിചയത്തിൻ്റെ താഴെ തട്ടിൽ ജനങ്ങളുമായിട്ട് ഇടപഴകി ഉണ്ടാകുന്ന അനുഭവ സമ്പത്ത്, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വേണം രാഷ്ട്രീയ പാർട്ടികൾ ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടേണ്ടത് എന്നും തരൂർ കൂട്ടിച്ചേർക്കുന്നു. വളരെ വ്യക്തമല്ലേ ഇത് ആരെ ഉദ്ദേശിച്ചാണ് എന്നുള്ളത്? നോക്കൂ, ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ അഥവാ ഈ മഹാസഖ്യത്തിൽ വളരെ കൃത്യമായിട്ട് ഈ കുടുംബവാഴ്ച നമുക്ക് ദർശിക്കാൻ കഴിയും. അത് കോൺഗ്രസ്സിലാകട്ടെ, ലാലുവിൻ്റെ RJDയിലാകട്ടെ, യു പിയിലെ സമാജ്വാദി പാർട്ടിയിലാകട്ടെ, അതുപോലെ DMK, നമ്മുടെ സ്റ്റാലിൻ്റെ DMKയിലാകട്ടെ, ഇത് നമുക്ക് വളരെ കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ കഴിയും. പകൽ പോലെ സുവ്യക്തമാണ്. ഇവരെല്ലാവരും കുടുംബവാഴ്ചയുടെ ഗുണഭോക്താക്കളാണ്, ഉപയോക്താക്കളാണ്. രാഹുൽ ഗാന്ധി നമുക്കറിയാം, നെഹ്റുവിൽ തുടങ്ങി ഇന്ദിരയിലൂടെ, രാജീവിലൂടെ, സോണിയയിലൂടെ ഇങ്ങനെ എത്തി ഇപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, ഭാവി പ്രധാനമന്ത്രിയും ആണ്. രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ BJPയും NDAയിലുള്ള കക്ഷികളുമൊക്കെ രാഹുലിനെ എല്ലാ കാലത്തും ഭാവി പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതവിടെ ഇരിക്കട്ടെ. തരൂർ വളരെ കൃത്യമായിട്ടാണ് ഇവിടെ ഈ ഒരു കുടുംബവാഴ്ചയെ എതിർക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചുകൊണ്ട് അദ്ദേഹം വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത്. ഒരു പക്ഷേ അന്ന് അധികാരം സോണിയ കുടുംബത്തിൽ നിന്ന്, ഈ നെഹ്റുവിൻ്റെ ഇളമുറക്കാരനിൽ നിന്ന് അത് വളരെ കൃത്യമായിട്ട് തരൂരിലേക്ക് എത്തിയിരുന്നെങ്കിൽ ഇന്ന് BJPക്ക് അത് വലിയ വെല്ലുവിളിയായി മാറിയേനെ. എന്നാൽ മല്ലികാർജുന ഖാർഗെ എന്ന് പറയുന്ന പാവയെ മുന്നിൽ നിർത്തി സോണിയ കുടുംബം പതിവ് പോലെ കോൺഗ്രസിൻ്റെ നേതൃത്വം കൈയാളുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ BJPക്കും ഈ ഭരണമുന്നണിയിലുള്ള കക്ഷികൾക്കും വലിയ ആശ്വാസമുണ്ട്. കാരണം അവരുടെ എല്ലാ കാലത്തെയും വിജയത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന് രാഹുൽ ഗാന്ധിയാണ്. ഈ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവായി, യുവരക്തമായി തുടരുന്ന രാഹുൽ പ്രതിപക്ഷ നേതൃസ്ഥാനവും കൂടി വഹിക്കുകയാണ് എന്ന് നമ്മൾ ഓർക്കണം. 99 സീറ്റുകൾ കിട്ടി പ്രതിപക്ഷത്ത് ശക്തമായൊരു പ്രതിപക്ഷ നേതാവാകാൻ അവസരം കിട്ടിയിരിക്കുന്ന നേതാവ് കൂടിയാണ് രാഹുൽ. എന്നാൽ സ്ഥാനത്തും അസ്ഥാനത്തും മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും വിളിച്ചു പറഞ്ഞ് ആ രാഹുൽ സ്വയം അപഹാസ്യനാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് എത്ര വിമാനങ്ങൾ നഷ്ടമായി, എത്ര വൈമാനികരെ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തു, ഇതൊക്കെ ആണ് രാഹുൽ ചോദിച്ചത്. മറിച്ച് നമ്മുടെ സൈനികർക്ക് എത്ര നേട്ടമുണ്ടാക്കാനായി, ശത്രുവിൻ്റെ എത്ര വിമാനങ്ങളെ നമ്മൾ തകർത്തു, നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിച്ചത്, ഇതേക്കുറിച്ച് പാർലമെൻറ്റിൽ പ്രതിരോധ മന്ത്രി അല്പമെങ്കിലും വിശദീകരിച്ചാൽ നല്ലതായിരുന്നു. നമ്മുടെ പ്രതിരോധ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട്, പ്രതിരോധ രഹസ്യങ്ങൾ പുറത്തു പോകാതെ ഇതേക്കുറിച്ച് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചെറിയൊരു ചിത്രമെങ്കിലും നൽകിയാൽ നല്ലതായിരുന്നു എന്ന് രാഹുൽ പറഞ്ഞിരുന്നെങ്കിലോ?
ശക്തമായി ഞാൻ സൈന്യത്തോടൊപ്പം നിൽക്കുകയാണ്, പ്രതിപക്ഷം സമ്പൂർണ്ണമായും സർക്കാരിനെ ഞങ്ങൾ എതിർക്കും, പക്ഷേ ഞങ്ങൾ സൈന്യത്തോടൊപ്പമാണ്, സൈന്യം സർക്കാരിൻ്റേത് മാത്രമല്ല ഈ രാജ്യത്തെ ജനങ്ങളുടേതാണ്, ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഓരോ സൈനികനും അർപ്പണബോധത്തോടുകൂടി വർദ്ധിത വീര്യത്തോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി അതിർത്തികൾ കാക്കുന്നത് എന്ന് രാഹുൽ പറഞ്ഞിരുന്നെങ്കിലോ? അത്തരത്തിൽ പറയാനുള്ള ബുദ്ധി വൈഭവം രാഹുലിനില്ല എന്ന് ഈ ഒറ്റ വരിയിലൂടെ തരൂർ വ്യക്തമാക്കുന്നു. അനുഭവ സമ്പത്ത്, കഴിവ്, യോഗ്യത. കേംബ്രിഡ്ജിലോ വിദേശത്തോ ഒക്കെ പോയി വലിയ സർവകലാശാലകളിൽ പഠിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ? കോമൺ സെൻസ് എന്ന് പറയുന്നത് മനുഷ്യന് ആവശ്യമില്ലേ? ഒരു രാഷ്ട്രീയ നേതാവ് എന്ത്, എപ്പോൾ, എവിടെ, എങ്ങനെ പറയണം എന്നുള്ളത് സ്വയം മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ആ രാഷ്ട്രീയ നേതാവിനെ നയിക്കാൻ കഴിയുക? നോക്കൂ, ബഹുജനങ്ങളെ നയിക്കേണ്ട, സ്വന്തം പാർട്ടികളെ നയിക്കേണ്ട ഒരു നേതാവാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നത്. അങ്ങനെ ഉയർന്നു വരുന്ന ഒരാൾ സ്ഥിരമായി മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും വിളിച്ചു പറഞ്ഞ് സ്വയം അപഹാസ്യനായി സ്വന്തം കുടുംബത്തിൻ്റെ പാരമ്പര്യത്തെയും ഇകഴ്ത്തി കാണിച്ച് സ്വന്തം പാർട്ടിയെയും തകർക്കുന്ന തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ബീഹാർ തിരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ കാണുന്നത് കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെ ഈ തകർച്ചയാണ്. തരൂർ അതാണ് പേരെടുത്ത് പറയാതെ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, തരൂർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. തരൂരിനോട് നമുക്ക് ആശയപരമായി യോജിക്കാം, വിയോജിക്കാം. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ അമേരിക്കയിലേക്ക്, UN-ലേക്ക് ഇന്ത്യൻ പ്രതിരോധ സേനയുടെ നേട്ടങ്ങൾ വിശദീകരിക്കാനും ഇന്ത്യ എന്തുകൊണ്ട് ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചു എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനും വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയോഗിച്ചത് ശശി തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെയാണ്. കോൺഗ്രസിനോട് 4 നേതാക്കളെ നൽകണമെന്നാവശ്യപ്പെട്ടു. കോൺഗ്രസ് അവരുടെ ഏറാൻ മൂളികളായ സോണിയ കുടുംബത്തെ വാഴ്ത്തുന്ന, സോണിയ കുടുംബത്തിന് വേണ്ടി നാവ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന 4 നേതാക്കളുടെ പേരുകൾ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് വെട്ടിക്കളഞ്ഞു. അദ്ദേഹം പകരം പ്രതിപക്ഷത്തു നിന്ന് 4 പേരെ തിരഞ്ഞെടുത്തു. അതിൽ ഒന്നാമൻ ശശി തരൂരായിരുന്നു. പ്രധാനമന്ത്രിയുടെ കണക്കുകൂട്ടലുകളും പ്രതീക്ഷകളും തെറ്റിക്കാതെ ശശി തരൂർ വളരെ കൃത്യമായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി തന്നെ ഏൽപ്പിച്ച ദൗത്യം ഏറ്റവും മനോഹരമായി, ഏറ്റവും വിജയകരമായി പൂർത്തിയാക്കുന്ന കാഴ്ച ലോകം കണ്ടു. നോക്കൂ, നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് കാശ്മീർ വിഷയം സംസാരിക്കാൻ വേണ്ടി UN പൊതുസഭയിലേക്ക് അയച്ചത് അന്നത്തെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അടൽ ബിഹാരി വാജ്പേയിയാണ്. അന്ന് നരസിംഹറാവു വാജ്പേയിയിൽ പുലർത്തിയ അതേ വിശ്വാസം ഇന്ന് നരേന്ദ്രമോദിക്ക് രാഹുൽ ഗാന്ധിയിൽ പുലർത്താൻ കഴിയുമോ? സ്വബോധമുള്ള ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി അത് ചെയ്യുമോ? ഈ രാഹുൽ ഗാന്ധി അവിടെ പോയി അരി എത്ര എന്ന ചോദ്യത്തിന് പയർ അഞ്ഞാഴി എന്ന മട്ടിലുള്ള മറുപടിയല്ലേ പറയുക? ആ ദൗർബല്യമാണ്, കോൺഗ്രസിൻ്റെ ആ വീഴ്ചയാണ് ഇവിടെ തരൂർ തൻ്റെ ലേഖനത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രോജക്റ്റ് സിൻഡിക്കേറ്റ് അതിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് അദ്ദേഹം കുടുംബ വാഴ്ചയ്ക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. കോൺഗ്രസ്സുകാർ ഇനിയെങ്കിലും ചിന്തിക്കട്ടെ, ഉണർന്നു പ്രവർത്തിക്കട്ടെ. ഇതുപോലെ ഒരു മണ്ടനും കാര്യപ്രാപ്തി ഇല്ലാത്തതുമായ ഒരു നേതാവിനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുത്തി മുന്നോട്ട് പോകണമോ എന്ന ചോദ്യമാണ് വരികൾക്കിടയിലൂടെ ശശി തരൂർ ഉന്നയിക്കുന്നത് എന്ന് നമുക്ക് വായിച്ചെടുക്കാം. വളരെ രാഷ്ട്രീയ നിരീക്ഷകരും തെരഞ്ഞെടുപ്പ് വിദഗ്ധരും നമ്മുടെ രാജ്യത്തെ പണ്ഡിതന്മാരുമൊക്കെ ശശി തരൂരിൻ്റെ ലേഖനത്തെ വളരെ വിശദമായി ആഴത്തിൽ പരിശോധിച്ച് വിശകലനം ചെയ്തു കഴിഞ്ഞു. പലരും അതിനെ അധികരിച്ചുകൊണ്ട് പല കമൻറ്റുകളും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു.
പക്ഷേ എല്ലായിടത്തും നമുക്ക് ദർശിക്കാൻ കഴിയുന്നൊരു കാര്യം, ശശി തരൂർ സത്യസന്ധമായി തൻ്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു എന്ന വാക്കുകളാണ്. എന്തായാലും ഇനിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം കണ്ണു തുറന്ന് കാണട്ടെ, കേൾക്കട്ടെ. അതിൽ കൂടുതലായിട്ട് നമുക്കൊന്നും പറയാനില്ല. തരൂർ എന്തായാലും വലിയ വെടി പൊട്ടിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ ഇനിയും എത്ര നാൾ കോൺഗ്രസ് ചുമക്കും എന്നറിഞ്ഞുകൂടാ. എത്രയും പെട്ടെന്ന് അദ്ദേഹം കോൺഗ്രസ് വിട്ട് പുറത്തു വന്നാൽ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ജീവിതം ശോഭനമാകും, അദ്ദേഹത്തിൻ്റെ ഭാവി സുരക്ഷിതമാകും, അദ്ദേഹത്തിന് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഉയരുന്ന ചോദ്യം, ശശി തരൂർ ഉടനെ BJP-യിൽ ചേരുമോ എന്നുള്ളതാണ്. പിന്നെ ഒരു കൂട്ടർ, കോൺഗ്രസിലെ ഒരു കൂട്ടർ പറയുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് വേണ്ടി ശശി തരൂർ ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ കാണിക്കുന്നത് പതിവാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ശശി തരൂരിനെതിരെ ഇത്തരത്തിലുള്ളൊരു ആക്ഷേപം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്, കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ സമയത്ത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാൻ തരൂർ ആരുടെയോ അച്ചാരം വാങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നു കഴിഞ്ഞു കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന്. അവരെ സംബന്ധിച്ച് അത്തരത്തിൽ തരൂരിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കാനല്ലാതെ വസ്തുതാപരമായി തരൂർ ചൂണ്ടിക്കാണിച്ച വിഷയത്തിലേക്ക് കടന്ന് അതിന് പരിഹാരമുണ്ടാക്കാൻ നട്ടലുള്ള, ധൈര്യമുള്ള, തൻ്റെടമുള്ള ഒരു നേതാവ് പോലും ഇന്ന് കോൺഗ്രസ്സിൽ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. തരൂർ BJP-യിലേക്ക് പോകുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. തരൂർ പോകാം, പോകാതിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ സേവനം നമ്മുടെ രാജ്യത്തിന് മുതൽക്കൂട്ടാണ്. അത് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരിക്കലും അവഗണിക്കില്ല, ഉപേക്ഷിക്കില്ല. അദ്ദേഹത്തിന് അർഹമായ പദവിയും പരിഗണനയും തന്നെ അവർ നൽകുമെന്ന് തീർച്ചയാണ്.